ഈ കേന്ദ്ര ബഡ്ജറ്റ് അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ട ബീഹാർ അസംബ്ലിയിലും ആന്ധ്ര അസംബ്ലിയിലും, കാരണം അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, രാജ്യത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു പദ്ധതികളില്ല. കർഷകർക്ക് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല. കർഷക സമരത്തിലൂടെ ഉന്നയിച്ച ഒരാവശ്യവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളതൊന്നും പ്രായോഗികമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പൊതുവെ ബഡ്ജറ്റ് നിരാശാജനകമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ പുരോഗതിക്കോ വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഉതകുന്ന കർമ്മപദ്ധതികളില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഈ ബഡ്ജറ്റ് കോർപ്പറേറ്റുകളെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ പലതും ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ പറയുമ്പോൾ കേരളത്തോട് അനുഭാവമില്ലാത്ത, അല്ലെങ്കിൽ കേരളത്തോട് പാടെ തടയുന്ന നിലയിലാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ സാധിക്കുന്നത്.